എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ബുള്ളറ്റ് കൊണ്ട് ആ ഒരു തിളച്ച എണ്ണയിൽ വീണ് ഓടൻ അവനങ്ങനെ വെന്ത് മരിച്ചിരിക്കുകയാണ്. ജനങ്ങളെല്ലാവരും ഓടന്റെ നിരപരാധിത്വം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അവർക്ക് വേണ്ടിയാണ് അവൻ അവന്റെ ജീവിതം പോലും ബലി കഴിച്ചതെന്നുള്ള ബോധം അതവർക്കുണ്ടായി. മാത്രമല്ല, കൊസുക്കി ക്ലാൻ അതിലാണ് രക്ഷയും വിശ്വാസവും ഒക്കെ തന്നെ ഉള്ളതെന്ന് അവർ തിരിച്ചറിയും. ഒറോജിക്കാണെങ്കിൽ കൺട്രോൾ പോവും. കാരണം അവരുടെ പ്ലാനുകളെല്ലാം തന്നെ തെറ്റി. കാരണം ഓടനെ മോശക്കാരനായും വിഡ്ഢിയായിട്ടും ചിത്രീകരിച്ച് ജനങ്ങളെ എല്ലാവരെയും അവനുമായിട്ട് തിരിക്കാനാണ് അവര് പ്ലാൻ ചെയ്തത്. പക്ഷേ അവന്റെ പ്ലാനുകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ാണെങ്കിൽ അവന്റെ സത്യസന്ധത അത് തെളിയിച്ചു കഴിഞ്ഞു. ജനങ്ങളാണെങ്കിൽ അങ്ങനെ ഓടന്റെ പേര് വിളിച്ച് കരയും. ഓടൻ, നിങ്ങളാണ് ഞങ്ങളുടെ യഥാർത്ഥ കിങ്, റിയൽ ഷോഗൺ. നിങ്ങളുടെ ക്ലാനിന് മാത്രമേ ഇനി ഞങ്ങളെ രക്ഷിക്കാനായിട്ട് കഴിയൂ. ഞങ്ങളുടെ വിശ്വാസം അതിനി മൊമന്റോസ്കിയിലാണെന്ന് പറയും. നശിച്ച ഒറോച്ചിയാണെങ്കിൽ ചാടി എഴുന്നേറ്റ് അങ്ങനെ ഓടനെ വാഴ്ത്തിപ്പാടുന്ന ഓരോരുത്തരായിട്ട് ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ കൺമുമ്പിൽ വെച്ച് അവനെ വാഴ്ത്തിപ്പാടും. അവൻ മരിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ റിയൽ ഷോഗൺ അത് ഞാനാണ്, സാക്ഷാൽ ഒറോച്ചി. ഇഷ്ടപ്പെട്ടു പോയ സാമുറായികളെ അവരെ ആരും തന്നെ വിടാനായിട്ട് പാടില്ല. മാത്രമല്ല, ആ കൊസുക്കി ക്ലാനിൽ ആരും തന്നെ ഇനി ഇവിടെ ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് ആണെങ്കിൽ അവന്റെ അസിസ്റ്റൻസിന് നിർദ്ദേശം കൊടുക്കും. കട്ട് ചെയ്താ ഇപ്പൊ കുറി വില്ലേജ് കാണിക്കും. നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പൊ ടൊക്കി അറിഞ്ഞിരിക്കുകയാണ്. ടൊക്കിയാണെങ്കിൽ ആ കാര്യം അറിഞ്ഞ് പൊട്ടിക്കരയാണ്. അപ്പോഴായിരിക്കും ഉടൻ അവളെ ഏൽപ്പിച്ച ഒരു ലെറ്ററിനെ കുറിച്ച് അവൾക്ക് ഓർമ്മ വരിക. അവളാണെങ്കിൽ ആ ലെറ്റർ വായിക്കും. ഇൻ കേസ് ഞാൻ തോറ്റു പോവുകയാണെങ്കിൽ പറയുന്ന ചില കാര്യങ്ങൾ നീ ചെയ്യണം. ഇന്നേക്ക് 20 വർഷങ്ങൾക്ക് ശേഷം മാത്രമായിരിക്കും കൈഡോയെ തോൽപ്പിക്കാൻ പവറുള്ള ഒരാൾ ഇവിടേക്ക് വരിക. ന്യൂ വേൾഡിൽ ഉണ്ടാവുന്ന യുദ്ധത്തിൽ ഇവിടേക്ക് എത്തുന്നവനായിരിക്കും കൈഡോയുടെ കഥ കഴിക്കുക. സോ അതുകൊണ്ട് തന്നെ നിന്റെ പവർ നീ യൂസ് ചെയ്യണമെന്ന് പറയും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത അവളാണെങ്കിൽ ലാസ്റ്റ് ടൈം സെല്ലിൽ വെച്ച് അവനെ മേറ്റ് ചെയ്ത കാര്യം ആലോചിക്കുകയാണ്. ആ സമയം ഓടൻ അവൻ ടൊക്കിയോട് പറഞ്ഞ ഒരേ ഒരു കാര്യമാണ്, ഞാൻ മേ ബി ഇവിടെ കൊല്ലപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എൻ്റെ സ്ക്വാഡ് അത് രണ്ടും നമ്മുടെ 2 മക്കൾക്കുമായിട്ട് ഓരോന്ന് വീതം നീ കൊടുക്കണം. പക്ഷെ ടൊക്കിയാണെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യില്ല. ആളെ വിട്ടു പിരിയാനും ആളെ മരണത്തിലേക്ക് തള്ളിക്കൊടുക്കാനും മരണത്തിലേക്ക് പോകുന്നുവെന്നും അവൾ വിശ്വസിക്കാൻ തയ്യാറാവില്ല. ടൊക്കിയാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ആലോചിച്ച് ഇപ്പൊ ആ ലെറ്റർ കയറി അങ്ങനെ കാറ്റിൽ പറത്തി വിടുകയാണ്. ഉറപ്പായാലും അങ്ങയുടെ ആഗ്രഹം അത് ഞാൻ നിറവേറ്റും. അങ്ങ് പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞ് അവൾ ടെററായിട്ട് നിൽക്കും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് രക്ഷപ്പെട്ടു പോയ ഓടന്റെ അസിസ്റ്റൻസ് അവര് ആരും കാണാതെ ഇപ്പോൾ ഒരു കാട്ടിൽ വന്ന് ഒളിച്ചിരിക്കുകയാണ്. അവര് പരസ്പരം തർക്കിക്കും. നമ്മൾ ഇനിയും പേടിച്ചോടിയിട്ട് കാര്യമില്ല, ആ ഒറോച്ചിക്കെതിരെ ആഞ്ഞടിക്കണമെന്ന്. പക്ഷെ ഡോഗ് കിങ് ആളാണെങ്കിൽ അല്പം കൂടെ വിവേകത്തോടു കൂടെ അവരോട് സംസാരിച്ച് അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും. നമ്മളിപ്പോൾ എടുത്തു ചാടി ഒന്നും ചെയ്യാനായിട്ട് പാടില്ല. ടൈം എടുത്ത് ആലോചിച്ച് വേണം ഓരോ മൂമെന്റും നടത്താൻ. എടുത്തു ചാടി എന്തെങ്കിലും അബദ്ധം സംഭവിച്ചാൽ നമുക്കും നമ്മുടെ കിങ്ങിന്റെ അവസ്ഥ വരും. അദ്ദേഹത്തിന്റെ ആഗ്രഹം നമ്മളെ കൊണ്ട് പൂർത്തിയാക്കാനാവില്ല. ഓടൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നില്ലേ? നമ്മുടെ ഐലാൻഡായിട്ടുള്ള സോ ഐലാൻഡും വാനോ കിൻഡോം തമ്മിൽ വലിയൊരു കണക്ഷനുണ്ട്. സോ ഡോഗ് സ്റ്റോമും ക്യാറ്റ് വൈപ്പറുമായ നമ്മൾ 2 പേരും നമ്മുടെ ഐലാൻഡിലേക്ക് തിരികെ പോകണം. അതിനു മുൻപായിട്ട് മൊമന്റോസ്കയെയും ടൊക്കിയെയും സുന്ദരി പെണ്ണിനെയും സേഫായ ഒരു സ്ഥലത്തേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ഡിസ്കഷൻ വേറെ ലെവലിലേക്ക് കൊണ്ടുപോകും. അപ്പോഴായിരിക്കും ഒരു ലേഡി അവിടേക്ക് ചാടി വരിക. അവരാണെങ്കിൽ പേടിച്ച് അതാരാണെന്ന് നോക്കും. അവിടേക്ക് വന്നത് മറ്റാരുമല്ല, സാക്ഷാൽ ഷിനോബു സാമുറായി. അവളാണെങ്കിൽ അവരുടെ വെപ്പൻസ് എല്ലാം അടിച്ചു മാറ്റി ഇപ്പൊ അവർക്ക് തന്നെ തിരികെ കൊടുത്തിരിക്കുകയാണ്. അവൾ നമ്മുടെ ആൾക്കാരോട് പറയും, നിങ്ങളോടൊപ്പം നിങ്ങളുടെ ടീമിൽ ഒരാളായി ഞാനും ഇനി മുതൽ ഉണ്ടെന്ന് പറയും. അവരുടെ അടുത്ത ലക്ഷ്യം എത്രയും വേഗം ഓടൻ കാസ്റ്റിലേക്ക് പോയി ഓടന്റെ ഫാമിലിയെ അവരെ സേവ് ചെയ്യുക എന്നതാണ്. അതിനുവേണ്ടി അവർ ഉഷാറായിട്ട് അവിടേക്ക് പോകും. അപ്പോൾ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത കൈഡോയുടെ അസിസ്റ്റൻസ് അവർ കറക്റ്റായിട്ട് അവരെ കണ്ടെത്തി ഷൂട്ട് ചെയ്യാണ്. നമ്മുടെ ആൾക്കാർ ഓരോ ഭാഗത്തേക്ക് ഓടും. ഞെട്ടിച്ചുകൊണ്ട് കറുത്തൊരു രൂപം കാട്ടിലേക്ക് ചാടി വരികയാണ്. ആ രൂപമാണെങ്കിൽ ഡോഗ് കിങ്ങിനെയും ക്യാറ്റ് കിങ്ങിനെയും തൂക്കിയെടുക്കും. ബാക്കിയുള്ളവരാണെങ്കിൽ നിർത്താതെ മുൻപോട്ടേക്ക് ഓടുകയാണ്. അഷുറ, ടോജിയും ഡെൻജിയും അവർ പുറകിലേക്ക് നോക്കും. ഒരുപാട് സോൾജേഴ്സ് ഫോളോ ചെയ്ത് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. സോ അവർ 2 പേരും ഇപ്പൊ സോൾജേഴ്സിനെ നേരിടാൻ അവർക്ക് നേരെ പോകും. ബാക്കിയുള്ളവരാണെങ്കിൽ തങ്ങളുടെ ഓരോരുത്തരായിട്ട് കുറഞ്ഞു പോകുന്ന കാര്യം മനസ്സിലാക്കി പൊട്ടിക്കരഞ്ഞ് ആ ക്യാസ്റ്റിലിന് അടുത്തേക്ക് എത്തും. ക്യാസ്റ്റിലാണെങ്കിൽ ഓൾറെഡി സൈഡോടെ ആൾക്കാരെല്ലാവരും ചേർന്ന് തീ വെച്ച് കഴിഞ്ഞിരിക്കുകയാണ്. കാസ്റ്റിലകത്ത് ടൊക്കി അവളാണെങ്കിൽ മൊമന്റോസ്കയെയും വിശ്വസുന്ദരിയെയും 2 പേരെയും അങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ്. നിങ്ങൾ ഭയപ്പെടരുത്, ഞാൻ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യാതൊന്നും സംഭവിക്കില്ല. എന്ത് വില കൊടുത്തും ഞാൻ നിങ്ങളെ ഇവിടുന്ന് പ്രൊട്ടക്ട് ചെയ്യുമെന്ന് പറയും. അപ്പോൾ കാസ്റ്റിലിന്റെ പുറത്ത് കൈഡോയും അവന്റെ വില്ലന്മാരും ആ കിങ്ങും ക്വീനും എല്ലാവരും അങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. അവരാണെങ്കിൽ വീണ്ടും തീയുള്ള അമ്പുകൾ മാങ്ഷനിലേക്ക് അയച്ചുകൊണ്ടേയിരിക്കും. മാങ്ഷന്റെ ഓരോ ഭാഗവും അങ്ങനെ തീ കത്തിപ്പടരും. മൊമന്റോസ്കി ആണെങ്കിൽ അവന്റെ പപ്പയുടെ കൂടെ ഉണ്ടായിരുന്ന ഹാപ്പി മൊമെന്റ്സ് അതൊരു നിമിഷം ആലോചിക്കുകയാണ്. ഒരുപാട് ഹൈറ്റില് മൊമന്റോസ്കിയെ തൂക്കി എറിഞ്ഞ് ആള് കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുക്കും. അത് കണ്ട് ചുറ്റുമുള്ളവരെല്ലാവരും വണ്ടറടിക്കും.
കൊച്ചു മൊമൻറ്റോസ്കിക്ക് ചെറിയ ചെറിയ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് ചെറുപ്പത്തിലെ അവനെ സൂപ്പറായി നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിരുന്നു. മാത്രമല്ല കുഞ്ഞുങ്ങളോടൊരു പ്രത്യേക വാത്സല്യവും സ്നേഹവും ഓടൻ ഉണ്ടായിരുന്നു. വിശ്വസുന്ദരി പെണ്ണിന് മ്യൂസിക് ഒരുപാട് ഇഷ്ടമാണ്. സോ അവൾക്ക് മ്യൂസിക്കിന് ട്രെയിനിങ് ഒക്കെ ഓടൻ കൊടുത്തിരുന്നു. കട്ട് ചെയ്ത പ്രസന്റ് കാണിക്കും കൈഡോ. അവനാണെങ്കിൽ സോൾജേഴ്സിനെയൊക്കെ തട്ടിത്തെറിപ്പിച്ച് ആ ക്യാസ്റ്റിന്റെ ഉള്ളിലേക്ക് കടന്നു വരികയാണ്. അത് കാണേണ്ട താമസം ടൊക്കി അവള് 2 കുഞ്ഞുങ്ങളെയും പുറകിലേക്ക് മാറ്റി അവളുടെ സ്ക്വാഡ് എടുത്ത് അറ്റാക്ക് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. കൈഡോ ആണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് അവൾക്ക് നേരെ വരും. രണ്ടാമൊന്നും ചിന്തിക്കാതെ അവളുടെ തലയിൽ ആഞ്ഞടിക്കുകയാണ്. ആ ഒരു അടിയിൽ അവൾ അങ്ങനെ ബോധം കെട്ട് താഴേക്ക് വീഴും. അതിനുശേഷം മൊമൻറ്റോസ്കിയെ കഴുത്തിന് പിടിച്ച് തൂക്കിയെടുത്ത് ആ ജനലിലൂടെ ദൂരേക്ക് പിടിക്കുകയാണ്. നിന്റെ പേര് അതെന്താണെന്ന് ചോദിക്കും. മൊമൻറ്റോസ്കി ആണെങ്കിൽ പേടിച്ച് കരയും. കൈഡോ ആണെങ്കിൽ വീണ്ടും മൊമൻറ്റോസ്കിയോട് പറയും, യൂസ്ലെസ് ആയ നിന്റെ പപ്പയെ ഞാൻ കൊന്നു തള്ളി, അതുപോലെ തന്നെ നിന്നെയും നിന്റെ അനുജത്തെയും അമ്മയും ഞാൻ ഇല്ലാതാക്കും. നിങ്ങളുടെ ക്ലാൻ അത് മൊത്തത്തിൽ ഞാൻ വാനിഷ് ആക്കുമെന്ന് പറയും. അത് കേട്ട് മൊമൻറ്റോസ്കിയുടെ കൺട്രോൾ പോവും. അവനാണെങ്കിൽ അമ്മ പറഞ്ഞ കാര്യങ്ങൾ അവൻ്റെ മനസ്സിലേക്ക് വരികയാണ്. അവ പല്ല് കടിച്ച് കൈഡോയോട് ദേഷ്യപ്പെട്ട് പറയും, എൻ്റെ പപ്പ അദ്ദേഹം ഒരിക്കലും വീക്കല്ല. ഈ ഗ്രാമത്തിന് വേണ്ടിയാണ് അദ്ദേഹത്തെ സെൽഫ് സാക്രിഫൈസ് ചെയ്തത്. ഒരു കാരണവശാലും ഓടൻ്റെ ഏറ അതില്ലാതാക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. കൈഡോയ്ക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. ആക്ച്വലി കൈഡോ കരുതിയത് ഒരല്പം കൂടെ മെച്യൂർ ആയിട്ടുള്ള കുട്ടിയായിരിക്കും ഓടൻ്റേതെന്നാണ്. ഇത്രയും ചെറിയൊരാളായതുകൊണ്ട് തന്നെ അവൻ എങ്ങനെ മൊമൻറ്റോസ്കിയെ നേരിടണമെന്ന് അറിയില്ല. അവൻ്റെ നാവിൻ്റെ മുൻപിൽ കൈഡോ ആണെങ്കിൽ ഒരു സെക്കൻഡ് പതറി അങ്ങനെ അവനെ തന്നെ നോക്കും. അടുത്ത നിമിഷം മൊമൻറ്റോസ്കി ആണെങ്കിൽ വീണ്ടും അവൻ്റെ പപ്പയുടെ പേര് വിളിച്ച് ഒച്ചത്തിൽ കരയാണ്. അത് കേൾക്കേണ്ട താമസം കൈഡോ ആണെങ്കിൽ ഇവനെ ദൂരേക്ക് വലിച്ചെറിയും. ഇവനെപ്പോലൊരു പൊടി പയ്യനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മൊമൻറ്റോസ്കി അണ്ടർസ്റ്റിമേറ്റ് ചെയ്ത് അവിടുന്ന് പുറത്തേക്ക് പോവാണ്. ആ ഒരു കാസ്റ്റിലാണെങ്കിൽ നല്ല ഫോഴ്സിൽ തീ അങ്ങനെ കത്തിയെരിയാണ്. അടുത്ത നിമിഷം ഓടൻ്റെ അസിസ്റ്റൻസ് അവരെല്ലാവരും ഒരു വിധത്തിൽ ആ കാസ്റ്റിനകത്തേക്ക് കടന്നു വരും. ടീമാണെങ്കിൽ ഒരു വിധത്തിൽ ഇപ്പൊ ടോക്കി എഴുന്നേൽപ്പിക്കുകയാണ്. അവളുടെ ബോഡി മുഴുവൻ ചോര. കിന്നാണെങ്കിൽ അവളുടെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കും. ദയവ് ചെയ്ത് ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളുടെ കിങ് ഓടനെ ഞങ്ങളെ കൊണ്ട് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. പകരം അദ്ദേഹമാണ് ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്തത്. ഈ ലോകത്തിന് പുതിയൊരു എറ സ്റ്റാർട്ട് ചെയ്യാൻ അദ്ദേഹം ഞങ്ങളെ മാത്രം ബാക്കി വെച്ചു. നമുക്ക് എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. ഈ കാസ്റ്റിൽ അത് കത്തിയേരിയാണെന്ന് പറയും. അതിനവള് പറയും, ഞാൻ ഇവിടേക്കും വരില്ല. എനിക്ക് വേണ്ടി നിങ്ങൾ ആരും ഇവിടെ നിൽക്കണമെന്നില്ല. പാസ്റ്റിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയതൊന്നും ഇനി തിരികെ കിട്ടാനായിട്ട് പോകുന്നില്ല. സോ നിങ്ങളെല്ലാവരും ഇനി ഫ്യൂച്ചറിലേക്ക് പോകണമെന്ന് അവൾ പറയും. അത് കേട്ട് മൊമൻറ്റോസ്കിക്ക് അവനാണെങ്കിൽ കാര്യം പിടികിട്ടും. അവനാണെങ്കിൽ ഉച്ചത്തിൽ വിളിച്ചു പറയും, പ്ലീസ് ദയവ് ചെയ്ത് ഞങ്ങളെ പറഞ്ഞയക്കരുത്. എനിക്ക് അമ്മയുടെ കൂടെ തന്നെ ജീവിക്കണം. അടുത്ത നിമിഷം മൊമൻറ്റോസ്കിയെയും ഒരു ടീമിനെയും അവളാണെങ്കിൽ ഫ്യൂച്ചറിലേക്ക് അയക്കും. കൗമട്സുവിൻ്റെ കയ്യിൽ ഇപ്പോൾ വിശ്വസുന്ദരിയെ എടുത്തു കൊടുത്ത് അവളെ സേഫായി വളർത്തിക്കൊണ്ട് വരണമെന്ന് പറയും. അത് കേട്ട് കൗമട്സ് ഷോക്കാവുകയാണ്. ഞൊട്ടിയിടയിൽ ടൊക്കി അവളൊരു കുതിരയുടെ പുറത്ത് കയറി പുറത്തേക്ക് ചേറി പാഞ്ഞു പോവും. അവൾ മാത്രമാണ് അവിടുന്ന് രക്ഷപ്പെട്ടതെന്ന് അവരെ ബോധ്യപ്പെടുത്താനും അവരുടെ ശ്രദ്ധ അത് അവളിലേക്ക് ഡൈവേർട്ട് ചെയ്യാനുമാണ് അവൾ അങ്ങനെ ചെയ്യുക. സോൾജിയേഴ്സ് ആണെങ്കിൽ അറിഞ്ഞും പുറഞ്ഞും അവളെ അറ്റാക്ക് ചെയ്യാണ്. അത് കണ്ട നമ്മുടെ സാമുറായി പെണ്ണ് അവളെ കൊണ്ട് പറ്റും പോലെ ആ സോൾജിയേഴ്സിനെ അറ്റാക്ക് ചെയ്യും. പക്ഷേ എന്താ, അതിൽ ചില ബുള്ളറ്റ്സുകളും അതുപോലെ തന്നെ അമ്പുകളും അവളുടെ ദേഹത്തങ്ങനെ തുളഞ്ഞു കയറുകയാണ്. അവൾ ആ നിമിഷം ഓടനുമായിട്ടുണ്ടായിരുന്ന ഹാപ്പി മൊമെന്റ്സ് ആലോചിക്കും. ടൊക്കി ആ കാര്യങ്ങളെല്ലാം ആലോചിച്ച് ഇപ്പൊ ആ ഗ്രാമത്തിന്റെ സെന്ററിലേക്ക് വരും. അതിനുശേഷം വിളിച്ചു പറയും, വലിയൊരു രഹസ്യം, അത് നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ ഇവിടേക്ക് വന്നതെന്ന് പറയും. അവൾക്കാണെങ്കിൽ ഒരുപാട് ബുള്ളറ്റ്സുകളും അമ്പുകളും അവളുടെ ദേഹത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ചോര തുളുമ്പി അവൾ അങ്ങനെ നിൽക്കും. ജനങ്ങളെല്ലാവരും അവൾ പറയുന്നത് കേൾക്കാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ശബ്ദത്തിൽ അവൾ അവരോട് പറയും, 20 വർഷങ്ങൾക്ക് ശേഷം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു മോചനം ഉണ്ടാവും. തീർച്ചയായിട്ടും അവരിവിടേക്ക് കടന്നു വരുന്നു പറഞ്ഞ് അവളാണെങ്കിൽ ബോധം നശിച്ച് ജീവൻ നഷ്ടപ്പെട്ട് താഴേക്ക് വീഴുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.